ഇരുധ്രുവം. രചന ആത്തൂസ് മഹാദേവ്. അവതരണം സാലിം കരുളായി. മാള് ഡ്രസ്സ് മാറി റൂമിലേക്ക് വരുമ്പോഴും ആ റൂം മുന്നേ പോലെ ശൂന്യം തന്നെയായിരുന്നു. വല്ലാത്തൊരു തരം മടുപ്പ് പോലെ തോന്നി അവൾക്ക്. ഇനി എന്ത് എന്നോ എങ്ങോട്ട് പോകണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയാത്തൊരവസ്ഥ. പെട്ടെന്ന് ബെഡിൽ കിടക്കുന്ന ഫോൺ കണ്ട് മാളുവിൻ്റെ കാലുകൾ അവിടേക്ക് ചലിച്ചു. അതിവേഗത്തിൽ ഫോൺ കയ്യിലാക്കി അതൊന്ന് ലോക്കടിച്ച് നോക്കുമ്പോൾ ആകാശിൻ്റെ 10ലധികം മിസ്ഡ് കോൾ ഉണ്ട്. ഒരു വേള അവളിലൂടെ ഒരു വിറയിൽ പാഞ്ഞു. വീട്ടിലെത്തിപ്പോഴത്തെ അവസ്ഥയും തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മായുവിൻ്റെയും ഒക്കെ മാനസികാവസ്ഥയും അങ്ങനെ പലതരം ചിന്തകൾ അവളുടെ ഉള്ളുലച്ചു. എന്തോ ഓർത്ത പോലെ അവൾ വേഗം തിരികെ ആ നമ്പറിലേക്ക് കോൾ ചെയ്തു. നിമിഷങ്ങൾ കഴിയുമ്പോൾ മറു സൈഡിൽ നിന്ന് കോൾ അറ്റൻഡായി. ഹലോ. അല്പം പതിഞ്ഞു പോയി അവളുടെ ശബ്ദം. എന്നാൽ മറു സൈഡിൽ നിന്ന് കേട്ട വാർത്തയിൽ തറഞ്ഞു നിന്നു പോയി മാളും. ഒരു വേള കയ്യിൽ നിന്നും ഫോൺ നിലത്തേക്ക് ഊർന്നു വീണു. കോർണർ സോഫ പ്ലേസ് ഏരിയയിൽ ഇരിക്കുകയാണ് അർജുനും മാധവും. കാര്യമായ എന്തോ ചർച്ചയിലാണ് അവരിരുവരും. മുഖഭാവമൊക്കെ തീർത്തും ഗൗരവത്തിലാണ്. ഓപ്പോസിറ്റായിട്ടാണ് അവരിയ്ക്കുന്നത്. ധനു. തനിക്ക് പുറകോട്ട് നോക്കി ഭാവവ്യത്യാസത്തിൽ മൊഴിയുന്നവനെ കണ്ട് അർജുൻ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്നവളെ കണ്ട് അവനിലൂടെ ഒരു വിറയിൽ പാഞ്ഞു. ശ്രീ. അർജുൻ്റെ പറയാവുന്ന അതരങ്ങൾ പതിയെ മൊഴിഞ്ഞു. നിന്നേടത്തു നിന്നും അവൾ ഇപ്പോഴും അനങ്ങിയിട്ടില്ല. എങ്കിലും കണ്ണുകൾ അർജുനിൽ മാത്രമാണ്. തൻ്റെ തോളിൽ അമർന്ന മാധവിൻ്റെ കൈയാണ് അർജുന സ്വബോധമോചനത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നത്. ഒറ്റ നിമിഷം കൊണ്ട് അവൻ നോട്ടം മാറ്റുമ്പോൾ മാധവ് മെല്ലെ അവൾക്കരികിലേക്കായി നടന്നു. ധനു, നീ എന്താ സർപ്രൈസായിട്ട് വരുമെന്നൊന്നും ആരും പറഞ്ഞില്ലല്ലോ. മാധവ് അവൾക്കരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. എൻ്റെ ഓർമ്മകളെ മറവിക്ക് വിട്ട് കൊടുക്കുന്നവരുടെ മുന്നിലേക്ക് ഞാനായിട്ട് വന്നു നിൽക്കണമെന്ന് തോന്നി. പല അർത്ഥങ്ങൾ നിറഞ്ഞ വാക്കുകളായിരുന്നു അത്. മാധവിനും അർജുനും ഒരുപോലെ വ്യക്തമായത്. ഒന്നും ഓർമ്മപ്പെടുത്താനോ പഴയ ബന്ധം സ്ഥാപിക്കാനോ വന്നതല്ല ഞാൻ. അങ്കിള് വിളിച്ചിരുന്നു, അതുകൊണ്ട് മാത്രം വന്നതാണ്. ആരെയും നോക്കാതെ അത്രയും പറഞ്ഞവൾ തിരിഞ്ഞു നടക്കുമ്പോൾ മാധവ് അവളെ തന്നെ നോക്കി നിന്നു. എങ്കിൽ അർജുൻ അവൾക്ക് പിന്നാലെ പാഞ്ഞു. അങ്കിൾ കണ്ടോ ഇനി എന്തൊക്കെയാ ഇവിടെ നടക്കാൻ പോകുന്നതെന്ന്. നമ്മൾ വെറുതെ പുറകിൽ നിന്ന് ചിരട് പഠിച്ചാൽ മാത്രം മതി. ബാക്കിയൊക്കെ ധനുവിൻ്റെ കയ്യിലാണ്. റാമിൻ്റെ റൂമിൽ നിന്ന് ചർച്ചയിലാണ് അയാളും വർഷയും. ചർച്ചാ വിഷയം അർജുനും മാളവിക. ധനു വിചാരിച്ചാൽ പലതും നടക്കും വർഷമോളെ. പക്ഷേ ഇപ്പം അവളുടെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. അവളുടെ അച്ഛൻ ശിവദാസ് അറിഞ്ഞിട്ടായിരിക്കില്ല ഒരു പക്ഷേ നമ്മുടെ ഈ വിളിയിൽ അവളിവിടെ എത്തിയിട്ടുണ്ടാവുക. കണക്കുകൾ പലതല്ലേ ഞാനും അവനും തമ്മിൽ. അതിൻ്റെ കൂടെ ഈ ഒന്നുകൂടി ഇരിക്കട്ടെ. ഇരുന്നിടത്തുനിന്നും എഴുന്നേറ്റ് അല്പം കൗശലം ചാലിച്ചാണ് അയാളത് പറഞ്ഞത്. അച്ഛൻ പറഞ്ഞ് ഏറെക്കുറെ കാര്യങ്ങൾ എനിക്കും അറിയാമെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സും ശിവദാസങ്ങൾ കോടികൾ മുടക്കി പണി കഴിപ്പിച്ച കമ്പനീസും അങ്ങളിനെ മാത്രം ബുദ്ധി കൊണ്ട് ഒടുവിൽ അതൊക്കെ കള്ളരേഖകളിലൂടെ നിങ്ങൾ നേടിയെത്തിയതിൽ തുടങ്ങി നിങ്ങൾ 3 പേരെയും പരസ്പര ശത്രുത വരെ എനിക്കറിയാം. അവളുടെ ആ വെളിപ്പെടുത്തലിൽ മൗനമായിരുന്നു അയാളുടെ മറുപടി. അങ്കിൾ ടെൻഷനാവണ്ട. കഴിഞ്ഞ കാര്യങ്ങളൊന്നും ആരും കുതിപ്പിക്കൊണ്ട് വരില്ല. അല്ലെങ്കിൽ തന്നെ ശിവദാസങ്ങളും വൈഫും ഇപ്പോൾ UK-യിലല്ലേ. നാളിലേക്ക് ഇനി മടങ്ങി വരില്ലെന്നല്ലേ ധനു പറഞ്ഞത്. സോ ടെൻഷൻ വേണ്ട. അതിനും അയാളൊന്ന് മൂളി. എന്നാൽ ഇതിനൊക്കെ കേൾവിക്കാരിയായി പുറത്തുനിന്ന് ഒരുവളുടെ കണ്ണിൽ അഗ്നിയായിരുന്നു. ശ്രീ. അല്പം ഗൗരവത്തിൽ നടന്നു പോകുന്ന ധനുവിൻ്റെ മുന്നിലേക്ക് കയറി നിന്നു അർജുന്. ഒരു വേള അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയവൾ മുഖം തിരിക്കുമ്പോൾ അർജുനാകും വല്ലാണ്ടിയായി. എന്തായി ഈ വരവിൻ്റെ ഉദ്ദേശം? അല്പം കടുത്ത വാക്കുകളായിരുന്നു അവൻ്റേത്. എന്നാൽ അത് കേട്ട് അവളുടെ ഭാവം നിസ്സംഗത നിറഞ്ഞതായിരുന്നു. ചോദിച്ചത് കേട്ടില്ലേ ശ്രീ, എന്താ നിന്റെ ഈ വരവിൻ്റെ ഉദ്ദേശം? അവളിലെ മൗനം കണ്ട് അവൻ റേസായി. ധനുശ്രീയുടെ വരവിന് പിന്നിൽ എപ്പോഴും ഒരു ലക്ഷ്യമേ ഉള്ളൂ അജു, അത് നീയാണ്. അന്നും ഇന്നും അതിനൊരു മാറ്റവും വന്നിട്ടില്ല. അവൻ്റെ മുഖത്തു നിന്ന് കണ്ണുകൾ മാറ്റാതെ അവളത് പറയുമ്പോൾ ആ കണ്ണുകളിൽ തിരയുകയായിരുന്നു അർജുൻ പലതും. എന്നാൽ നിരാശയായിരുന്നു അതിന് ഫലം. അറിയാനുള്ളത് അറിഞ്ഞെങ്കിൽ എനിക്ക് പോകാമോ? ആർ യു കിഡിങ് മീ? നോ അജു. ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ടുള്ള മറുപടി. ഒരു നിമിഷം അർജുൻ ദീർഘമായി നിശ്വസിച്ചു. ശ്രീ, ക്യാൻ ഐ ആസ്ക് യു സംതിങ്? ഒരു മുഖവരിയുടെ ആവശ്യം നമുക്കിടയിൽ ഉണ്ടെന്ന് തോന്നില്ല അജു. സാരിത്തലപ്പ് വലത് കൈയാൽ ഒതുക്കി പിടിച്ച് അവന് മുന്നിലേക്ക് വന്നു നിന്നു അവൾ. നീ പഴയതൊക്കെ മറക്കണം ശ്രീ. ഐ നോ, ഒരു കാലം നമ്മൾ തമ്മിൽ പ്രണയമായിരുന്നു. ബട്ട് പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഇനിയും പഴയതൊന്നും ഓർത്ത്. അജുവിനവിടെ തെറ്റി. അവനെ പറഞ്ഞ് പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ ധനിടക്ക് കയറി പറയുമ്പോൾ അർജുനൊന്ന് നിർത്തിക്കൊണ്ട് അവളെ ഒന്ന് നോക്കി. കഴിഞ്ഞു പോയ നഷ്ടപ്രണയെ ഓർത്ത് ഞാനൊരിക്കലും എൻ്റെ ജീവിതം ഹോമിച്ച് കളയില്ല എന്ന് കരുതി മറ്റൊരു ലൈഫ് പാർട്ട്ണർ അത് ഈ ജന്മം ധനുശ്രീക്ക് ഉണ്ടാവില്ല.
പക്ഷെ അജു പേടിക്കണ്ട. ഒരിക്കലും അജുവിൻ്റെയും മാളവികയുടെയും ജീവിതത്തിലേക്ക് ഒരു വില്ലത്തി റോളായി നിന്റെ സ്ത്രീ കടന്നു വരില്ല. പക്ഷേ ഒന്നും മറക്കാൻ മാത്രം അജു എന്നോട് ആവശ്യപ്പെടരുത്. മനസ്സിൻ്റെ മടിത്തട്ടിൽ എന്നോ ഉറപ്പിച്ചതാ നീ എന്ന വിഗ്രഹത്തെ ഞാൻ. എൻ്റെ ഇടനെഞ്ചിൽ അത് ഊട്ടി ഉറപ്പിച്ചത് നീയാണ് അജു. ഞാൻ ആരാധിക്കുന്ന അല്ലെങ്കിൽ എന്നോളം സ്നേഹിക്കുന്ന ആ വിഗ്രഹത്തെ മാറ്റി പ്രതിഷ്ഠിക്കാൻ ഞാൻ ഒരുക്കല്ല ഇനി. ഇടറിപ്പോയി അവളുടെ വാക്കുകൾ. നിറഞ്ഞു വരുന്ന കണ്ണുനീർ അവനിൽ നിന്നും മറക്കാനെന്നോണം അവൾ അവനിൽ നിന്ന് തിരിഞ്ഞു നിൽക്കുമ്പോൾ നോവോടെ നോക്കി നിന്നു അർജുൻ. ഞാനായിട്ടാണ് നിന്റെ ജീവിതത്തിൽ നിന്ന് പോയത്. അതേ, ഞാൻ തന്നെ ജീവിതം തകർക്കാൻ നോക്കില്ല അർജുൻ. പക്ഷേ നിന്നെ ഞാൻ അത്രയും സ്നേഹിച്ചു അർജുൻ. ഇല്ല, പഴയതൊന്നും പറയാൻ എനിക്ക് കഴിയില്ല. എല്ലാം തകർന്നത് പോലുള്ള അവളുടെ വാക്കുകൾ കേട്ട് അർജുൻ വലത് കൈ ഉയർത്തി അവളുടെ തോളിലൊന്ന് അമർത്തുമ്പോൾ ഏങ്ങിക്കൊണ്ട് അവൾ അവനെ മുറുകെ പുണർന്നു. മറന്നോളം ഞാൻ. എൻ്റെ ഒരു ശല്യവും നിനക്ക് ഉണ്ടാവില്ല അജു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ ഒരിക്കലും കടന്നു വരില്ല. പക്ഷെ എന്നെ മറക്കല്ലേടാ. തേങ്ങലോടെ പലയിടത്തും മുറിഞ്ഞു പോയി അവളുടെ വാക്കുകൾ. അർജുന് തൻ്റെ നെഞ്ചു പിടയും പോലെ തോന്നി. ഒരു കാലത്ത് തൻ്റെ പ്രണയം, അതിലുപരി തൻ്റെ എല്ലാമായവൾ. എന്നാൽ ആരുടെയൊക്കെയോ ചതിക്കുഴിയിൽപ്പെട്ട് കാരണം പോലും അറിയാതെ തനിക്ക് നഷ്ടമായവൾ. നോവുന്ന ഹൃദയം ഉള്ളിൽ വല്ലാതെ അലമുറയിടുമ്പോൾ അവളുടെ മേലിരുന്ന് അവൻ്റെ കൈകളൊന്ന് മുറുകി. അതറിഞ്ഞ പോൽ അവൾ അവനിൽ നിന്നും ഒന്ന് അകന്നു മാറി. ഞാനിവിടേക്ക് വന്നത് പല ലക്ഷ്യങ്ങളും മുന്നിൽ കണ്ടാണ് അജു. അത് പൂർത്തിയാകുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. അത്രയും പറഞ്ഞ് അവൾ അവനിൽ നിന്നും ഒന്ന് തിരിഞ്ഞു നടന്നു. എന്നാൽ പെട്ടെന്നൊന്ന് നിന്ന അവൾ അതേ വേഗത്തിൽ തിരികെ അവൻ്റെ അടുത്തേക്ക് വന്നു. അർജുന എന്താ എന്ന പോലെ അവളെ ഒന്ന് നോക്കുമ്പോൾ അവനിലേക്ക് ചേർന്ന് നിന്നൊന്ന് ഉയർന്നുകൊണ്ട് അവൻ്റെ ഇരു കഴുത്തിലും കൈവച്ച് ആ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചു അവൾ. ഒരു തുള്ളി കണ്ണുനീരൊഴുകി അവൻ്റെ കയ്യിൽ പതിയുമ്പോൾ തൻ്റെ കണ്ണുകൾ അമർത്തി അടച്ചവൻ. അതിവേഗത്തിൽ അവൾ അവനിൽ നിന്നും മാറി തിരിഞ്ഞ് നടക്കുമ്പോഴും അർജുൻ തൻ്റെ കണ്ണുകൾ തുറന്നിരുന്നില്ല. മാളവിന് തൻ്റെ തലയാകെ വെട്ടിപ്പൊളിയും പോലെ തോന്നി. കണ്ണുകൾ അണപൊട്ടി ഒഴുകുമ്പോഴും ഇരുമുട്ടിലും മുഖം പൊട്ടിയിരുന്ന് അവൾ പൊട്ടിക്കരഞ്ഞു. കുറച്ചു മുന്നേ ആകാശം വിളിക്കുമ്പോൾ മറു സൈഡിൽ നിന്നും അവൻ പറഞ്ഞ വാർത്ത അവളെ തീർത്തും ഞെട്ടിച്ച് കളഞ്ഞു. മകൾ തങ്ങളെ നാണം കെടുത്തി കാമുകനോടൊപ്പം നാട് വിട്ടറിഞ്ഞ തൻ്റെ അച്ഛൻ നെഞ്ചുവേദന വന്ന് ഹോസ്പിറ്റലിലായി എന്ന്. പരിശോധനക്കൊടുവിൽ അറ്റാക്കാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു എന്ന് അറിഞ്ഞതോടെ വിറച്ചു പോയവൾ അച്ഛനെ ഓർത്ത് ആഴത്തിൽ തൻ്റെ നെഞ്ച് പിടയുമ്പോൾ അർജുനെ കണ്ട കാര്യം അറിയിച്ച് തൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പറയാൻ അവനെ തിരക്കി ഇറങ്ങി അവൾ ചെന്ന് നിന്നത് ആരെയോ പുറന്നു നിൽക്കുന്ന അവന് മുന്നിലാണ്. ഞെട്ടലോ ദേഷ്യമോ ഒന്നും ഉളവായില്ല ആ നേരം തന്നെ. വേഗത്തിൽ അവൻ്റെ അടുത്തേക്ക് നടക്കാൻ ഒരുങ്ങുമ്പോഴാണ് ആ കുട്ടിയുടെ വാക്കുകൾ കാതിൽ പതിയുന്നത്. ഒരു വേള തറഞ്ഞു നിന്നു പോയവൾ. പിന്നെ അരങ്ങേറിയ പ്രവൃത്തികൾ കൂടിയായതും തന്നെ നെഞ്ചാകെ പൊട്ടും പോലെ തോന്നി. പുറത്തേക്ക് തെറിച്ച കരച്ചിൽ ചീളുകൾ വലത് കൈയാൽ അമർത്തി തിരിഞ്ഞ് ഓടുമ്പോൾ വന്നു നിന്നത് അതേ റൂമിലാണ്. നിലത്തേക്ക് ഊർന്നിരുന്ന് പൊട്ടിക്കരയുമ്പോൾ ഉള്ളു പിടയുകയായിരുന്നു അവളുടെ. ശരീരത്തിലേക്ക് അരിച്ചു കയറിയ തണുപ്പാണ് പിന്നെ മാളവിന് ഉണർത്തുന്നത്. കരഞ്ഞെപ്പോഴോ നിലത്ത് കിടന്നുറങ്ങിയതാണ് അവൾ. ആദ്യം നിലത്ത് കൈകുത്തി എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും പിന്നെ അവൾ മെല്ലെ എഴുന്നേറ്റു. ഒരു വേള ശരീരത്തിൽ ബാധിച്ച അവശതയിൽ നിലത്തേക്ക് വേച്ച് വീഴാൻ ഒരുങ്ങിയവളെ ആരോ പെട്ടെന്ന് ചേർത്ത് പിടിക്കുമ്പോൾ ഞെട്ടലോട് അവളൊന്ന് മുഖമുയർത്തി നോക്കി. മുന്നിൽ നിൽക്കുന്ന അർജുൻ്റെ അമ്മയെ കണ്ട് അവളൊന്ന് പരിങ്ങി. പേടിക്കണ്ട, ഞാൻ അജുവിൻ്റെ അമ്മയാണ്, രാഗി. പോയിന്ന് ഫ്രഷായി വാ. മറുത്തൊന്നും പറയാൻ നിൽക്കാതെ വേച്ച് അവൾ ബാത്റൂമിലേക്ക് കയറി. അത് കണ്ട് രാഗി ഒന്ന് വിശ്വസിച്ചുകൊണ്ട് കയ്യിലിരുന്ന ഭക്ഷണം അടങ്ങിയ പ്ലേറ്റ് ടേബിളിൻ്റെ പുറത്ത് കൊണ്ടുപോയി വെച്ചു. അല്പം കഴിഞ്ഞ് മാള് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ രാഗി ആ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. ഒന്ന് ഫ്രഷായി ഇറങ്ങിയപ്പോൾ തന്നെ അവളുടെ പകുതി അവശതയും മാറിയതായി തോന്നി അവൾക്ക്. ഇവിടെ വന്നിരിക്ക്. തന്നെ നോക്കാതെ മുഖം താഴ്ത്തി നിൽക്കുന്ന അവൾക്ക് നേരെ അവരത് പറയുമ്പോൾ അനുസരണയുള്ളൊരു കൊച്ചുകുട്ടിയെ പോലെ അവൾ അവിടേക്ക് പോയി ബെഡിലിരുന്നു. അത് കണ്ട് മെല്ലിയൊന്ന് പുഞ്ചിരിച്ച് രാഗി അവളുടെ അരികിലായി സ്ഥാനം പിടിച്ചു. ദാ ഇത് കഴിക്ക്. തൻ്റെ കയ്യിലിരുന്ന പാത്രത്തിലെ മൂടി മാറ്റി അവരാ ഭക്ഷണം അവൾക്ക് നേരെ നീട്ടുമ്പോൾ അവൾ വീണ്ടും മുഖം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, നിക്ക് വേണ്ട, വിശപ്പില്ല. ഇവിടെ രാത്രി ആരും അത്താഴം കൊടുക്കാൻ പാടില്ല കുട്ടി. ഈ വീട്ടിലെ ഗ്രഹനാഥ എന്നതിൽ എനിക്ക് അല്പം നിർബന്ധമുള്ള കാര്യമാണത്. അതുകൊണ്ട് ഇത് വാങ്ങി കഴിക്ക്. അല്പം ഗൗരവത്തോടെയാണ് അവരത് പറഞ്ഞത്. എന്നാൽ അവളിൽ അപ്പോഴും മൗനമായിരുന്നെന്ന് മാത്രം. അല്ല, മുഖമുയർത്തി അവരെ നോക്കാനും അവൾ കൂട്ടാക്കിയില്ല. ഒരു വേള തന്നെ മുന്നിലിരിക്കുന്ന ആ കൊച്ചു പെൺകുട്ടിയോട് അതിയായ വാത്സല്യം തോന്നി അവൾക്ക്. തൻ്റെ മകൻ്റെ ഭാര്യയാണ് തനിക്ക് മുന്നിലിരിക്കുന്നതെന്ന ചിന്തയിൽ അവർ മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചു. തനിക്ക് മുന്നിലേക്ക് ഒരു കൈ നീണ്ടു വരുമ്പോഴാണ് മാള് മുഖമുയർത്തി നോക്കുന്നത്. തൻ്റെ വായിലേക്ക് മുട്ടുന്ന ആ ഭക്ഷണത്തിന് മുന്നിൽ നിന്ന കാണിക്കാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. നിറകണ്ണുകളോടെ അവൾ അവർക്ക് മുന്നിൽ വായി തുറന്നു കൊടുക്കുമ്പോൾ അവരവളെ ഊട്ടി. അവരെ കാണാൻ കാഴ്ചയിൽ അർജുൻ തന്നെയാണെന്ന് തോന്നി അവൾക്ക്.
ഐശ്വര്യം തൂകുന്ന മുഖം, നെറ്റിയിലെ വട്ടപ്പൊട്ടും നെറുകയിലെ നീട്ടി വരച്ച സിന്ദൂരവും വല്ലാത്തൊരഴകായിരുന്നു അവൾക്ക്. മാളവിക എന്നാണല്ലേ പേര്? അവരുടെ ആ ചോദ്യത്തിന് മുന്നിലൊന്ന് തലയാട്ടി അവൾ. ആളൊരു കാന്താരിയാണെന്നാണല്ലോ എൻ്റെ വാസൂട്ടം പറഞ്ഞത്. എന്നിട്ടാണ് ഇങ്ങനെ മിണ്ടാപ്പൂച്ചയെ പോയിരിക്കുന്നത്. നേരിയ ചിരി നിറഞ്ഞ അവരുടെ ആ ചോദ്യത്തിന് മുന്നിൽ അവളൊന്ന് പകച്ചു. നേരിയ ചമ്മലുകളുടെ അലയോളികൾ അവളിൽ നിറയുമ്പോൾ അവർക്ക് പിന്നെ ഒന്നും പറയാൻ തോന്നിയില്ല. മോള് കിടന്നോ, അവൻ ഇന്നിനി വരില്ല, അത്യാവശ്യമായി ഒരിട വരെ പോയിരിക്കാണ്. അത്രമാത്രം പറഞ്ഞ് അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവർ ആ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിറകണ്ണുകളോട് ഇരുന്ന് പോയി അവൾ. ഈശ്വര, എൻ്റെ അച്ഛൻ! നെഞ്ചിലൊരു നെരിപ്പോടായി തൻ്റെ അച്ഛൻ നിറയുമ്പോൾ നിസ്സഹായതയോടെ ഇരുന്ന് പോയി അവൾ. പിന്നെ എന്തോ ഓർത്ത പോലെ ഫോണെടുത്ത് ആകാശിനെ വിളിക്കുമ്പോൾ ആ നമ്പർ സ്വിച്ച് ഓഫ് ആയിരുന്നു. അതുകൂടി ആയതും ആകെ തകർന്നു പോയി അവർ. ശരീരത്തെയും അവ ബാധിക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്നാൽ ടേബിളിലിരിക്കുന്ന ഒരു നോട്ട് പാഡ് കണ്ണിലുടക്കുമ്പോൾ എന്തോ ഒരു ഉൾപ്രേരണയിൽ അവൾ മെല്ലെ അവൾക്കരികിലേക്ക് ചുവടുകൾ വെച്ചു. ശേഷം അതെടുത്തൊന്ന് നിവർത്തി പിടിക്കുമ്പോൾ നീലമഷി കൊണ്ട് എഴുതിയിരിക്കുന്ന ആ കൈപ്പടയിലൂടെ അവളുടെ മിടികൾ പാഞ്ഞു. കാലം വായിക്കാത്ത മുറിവുകളില്ല, മറക്കാൻ പറ്റാത്ത ഓർമ്മകളും. ചില നഷ്ടങ്ങൾ നല്ലതിനാവണമെന്ന് മനസ്സാഗ്രഹിക്കുമ്പോൾ എല്ലാം മറക്കാനും കാലയളവ് അനിവാര്യം. വീണ്ടും വീണ്ടും ആ വരികളിലൂടെ അവളുടെ കണ്ണുകൾ അലയുമ്പോൾ ഉള്ളിലേക്ക് ഇരച്ചു കയറിയത് ഉച്ചയ്ക്ക് കണ്ട പല രംഗങ്ങളുമാണ്. നിറഞ്ഞു വരുന്ന കണ്ണുകൾ അവൾ അമർത്തിയടക്കുമ്പോൾ ഒരു തുള്ളി കണ്ണുനീരൊഴുകി ആ വരികൾ മായിച്ചു. ആ നോട്ട് പേഡ് തിരികെ അവിടെ വെച്ചുകൊണ്ട് മെല്ലെ അവിടുന്ന് തിരിഞ്ഞു നടന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങുമ്പോൾ നേരം നന്നേ ഇരട്ടിയിരിക്കുന്നു. സമയം എത്രയാണെന്ന് അറിയില്ലെങ്കിലും രാത്രിയോടടുത്ത് വരെ താനൊന്നും അറിയാതെ ഉറങ്ങിയെന്ന് അവൾക്ക് മനസ്സിലായി. ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന അന്ധകാരം വകവെക്കാതെ അവളുടെ കണ്ണുകൾ എങ്ങോട്ടൊന്നില്ലാതെ പാഞ്ഞു നടന്നു. എന്നാൽ അവ വന്നു നിന്നത് പൂൾ സൈഡിലിരിക്കുന്ന ധനുവിൻ്റെയും വർഷയുടെയും നേർക്കാണ്. വർഷ കളിച്ചിരിയോടെ എന്തൊക്കെയോ അവളോട് പറയുന്നുണ്ടെങ്കിലും ധനുവിൻ്റെ ഭാവം വ്യക്തമല്ല. മാളൊരു നിമിഷം ധനുവിനെ തന്നെ നോക്കി നിന്നു. രാവിലെ കണ്ട വേഷമല്ലേ ഇപ്പോൾ? ബ്ലാക്ക് ലെഗിൻസും പിങ്ക് ടീഷർട്ടുമാണ് വേഷം. കാലുകൾ പൂളിലായതുകൊണ്ട് തന്നെ ലെഗിൻസ് പകുതി ഉയർത്തിയാണ് വെച്ചിരിക്കുന്നത്. നീളൻ മുടിയിഴകൾ മുന്നിലേക്ക് അഴിച്ചിട്ടിട്ടുണ്ട്. വല്ലാത്തൊരു ഭംഗിയായി നമ്മളെ കാണാം. ഏതൊരാണിനും ഒറ്റ നോട്ടത്തിൽ ഇഷ്ടം തോന്നുന്ന മുഖം. അർജുനവളെ പ്രണയിച്ചത് പോലും അത്ഭുതമില്ലെന്ന് തോന്നിയ നിമിഷം. ഇടയ്ക്കെപ്പോഴോ മിഴികൾ ഉയർത്തി മുന്നോട്ട് നോക്കിയ ധനു കണ്ടു മുകളിലെ നിലയിൽ നിന്ന് തന്നെ നോക്കി നിൽക്കുന്നവള്. ധനുവിൻ്റെ കണ്ണുകളും അവളിൽ തന്നെ നിൽക്കുമ്പോൾ വർഷയും ആ ദിശയിലേക്കൊന്ന് നോക്കി. ആ ദേ, ഇതാ നിന്റെ മുഖ്യ ശത്രു മാളവിക. അർജുന് സിമ്പതി തോന്നി കൂടെ കൂടിയ മുതല്. ഒരു ലോ ക്ലാസ് ഐറ്റം. പുച്ഛത്തോടെ ചുണ്ടുകോട്ടിയായിരുന്നു വർഷ അത്രയും പറഞ്ഞത്. എന്നാൽ ധനുവിന് അപ്പോഴും മൗനമായിരുന്നു. ഇവളിവിടെ ഉണ്ടെങ്കിൽ നിനക്ക് നിന്റെ അജീവനെ കെട്ടില്ല ധനു. ആദ്യം നീ ചെയ്യേണ്ടത് ഇവളെവിടെ നിന്ന് ഓടിക്കുക എന്നതാണ്. അതിൽ നീ വിജയിച്ച അർജുൻ പിന്നെ നിനക്ക് സ്വന്തം. വർഷ കൂളായിരിക്ക്. ധനുശ്രീക്ക് അറിയാം എന്താ വേണ്ടതെന്ന്. മാളവിൽ നിന്നും മിഴികൾ മാറ്റാൻ അവളത് പറയുമ്പോൾ വർഷ ഉള്ളാൽ പുളകം കൊള്ളുകയായിരുന്നു. എങ്കിലും ധനുവിൻ്റെ ചുണ്ടിൽ പുച്ഛമായിരുന്നു. അവളുടെ നഗ്നതയിലൂടെ തെന്നി നീങ്ങിയവൻ്റെ കൈകൾ അവളുടെ അണിവയറിൽ മുറുകുമ്പോൾ ഒന്ന് പുളഞ്ഞു പോയി ധനു. വിവശയായ വിറയാർന്ന ചുണ്ടുകൾ വിറകൊള്ളുമ്പോൾ അർജുന ആ ചുണ്ടുകളിൽ അരുമയായി ഒന്ന് ചുംബിച്ചുകൊണ്ട് അവളുടെ ഇടങ്കഴുത്തിലായി മുഖം പൊഴുത്തി. അജു! ആ പേര് ഒരുവണ്ണിൻ്റെ ഒപ്പം നെറ്റിലോടെ ചാടി എഴുന്നേറ്റ് വന്നു. വല്ലാതെ കെതച്ചുകൊണ്ട് ധനു നെഞ്ചിൽ കൈയമർത്തുമ്പോൾ കുറച്ചു മുന്നേ കണ്ട സ്വപ്നത്തിൽ കുടുങ്ങിപ്പോയി ഒരു നിമിഷം. എങ്ങോ തങ്ങൾക്കിടയിൽ കടന്നുപോയ പ്രണയ നിമിഷം അതേപടി സ്വപ്നമായി മുന്നിൽ തെളിയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ കുഴിച്ചു മൂടിയ പലതും പുറത്തേക്ക് വരികയായിരുന്നു ആ നിമിഷം. ഞെട്ടലോടെയും ഭയത്തോടെയും അവൾ തൻ്റെ കണ്ണുകൾ അമർത്തി അടക്കുമ്പോൾ ഒരു തുള്ളി കണ്ണുനീർ അവളുടെ ഇടങ്കവളിലൂടെ ഒഴുകിയിറങ്ങി. വിങ്ങുന്ന നെഞ്ചോട് അവൾ ഹെഡ് ബോർഡിലേക്ക് ചാരിയിരിക്കുമ്പോൾ പുറത്തേക്ക് ഒഴുകാൻ നിൽക്കുന്ന മനസ്സിനെ കൂടെ കടിഞ്ഞാണിടാൻ ശ്രമിക്കുകയായിരുന്നു അവൾ.